നമസ്കാരം. ക്രിസ്മസ് ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് വീണ്ടും നമ്മളെല്ലാം നമ്മുടെ ജോലികളിലേക്ക് തിരിച്ച് പ്രവേശിക്കുന്ന ഒരു സമയമാണല്ലോ. ഇന്ന് നിങ്ങളുടെ അറിവിലേക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൊണ്ടുവരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കെല്ലാവർക്കും ജോലിയുണ്ട്. ആ ജോലിയുടെ ഭാഗമായിട്ട് നമ്മുടെ കമ്പനികളിൽ നിന്ന് നമുക്ക് 5 ലക്ഷത്തിൻ്റെയോ 10 ലക്ഷത്തിൻ്റെയോ ഒക്കെ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനും ലഭിക്കാറുണ്ട്. അതുകൊണ്ട് നമുക്ക് പേടിക്കാൻ ഒന്നുമില്ല എന്ന് നമ്മൾ വിശ്വസിക്കും. എങ്കിൽ സൂക്ഷിക്കുക. ഇന്ന് ഈ വിശ്വാസത്തിൽ നടക്കുന്ന നമുക്ക് അതൊരാശ്വാസമാണല്ലോ എന്ന് പറഞ്ഞ് നടക്കുന്ന നമുക്ക് വലിയൊരു കടക്കെണിയിലേക്ക് തള്ളിവിടാൻ പര്യാപ്തമായ ഒരു വിശ്വാസമായി അത് മാറും. നമ്മുടെ കമ്പനി നമുക്ക് തരുന്ന ഇൻഷുറൻസിനപ്പുറം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ ഇൻഷുറൻസ് നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ടതാണ്. അതായത് നിങ്ങൾ ആ ജോലിയിൽ നിന്ന് രാജിവെച്ചാലോ അല്ലെങ്കിൽ നിർഭാഗ്യവശാൽ നിങ്ങളെ പിരിച്ചുവിട്ടാലോ ആ നിമിഷം നിങ്ങളുടെ ഇൻഷുറൻസ് കവറേജും ഇല്ലാതാകും. പുതിയൊരു ജോലി കിട്ടുന്നത് വരെയുള്ള ആ ഗ്യാപ്പിൽ ഒരു മെഡിക്കൽ എമർജൻസി വന്നാൽ എന്ത് ചെയ്യും? നിങ്ങളുടെ സമ്പാദ്യം മുഴുവൻ ഹോസ്പിറ്റലിൽ നൽകേണ്ടി വരും. ശരിയല്ലേ? രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇന്നത്തെ ചികിത്സാ ചിലവിലെ വർധനവാണ്. മെഡിക്കൽ ഇൻഫ്ലേഷൻ 14% മുകളിലാണ് വളർന്നിരിക്കുന്നത്. നിങ്ങളുടെ കമ്പനി നിങ്ങൾക്ക് നൽകുന്ന 3 ലക്ഷമോ അല്ലെങ്കിൽ 5 ലക്ഷമോ ഒരു വലിയ ശസ്ത്രക്രിയയോ അല്ലെങ്കിൽ ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്കോ ഇന്ന് തികയില്ല. ഒരു പ്രൈവറ്റ് റൂമും ICUവും ഒക്കെ ആകുമ്പോൾ ദിവസങ്ങൾക്കുള്ളിൽ ഈ തുക തീർന്നു പോകും. ബാക്കി തുക നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ നൽകേണ്ടി വരും. ഇതിനെയാണ് നമ്മൾ $1 മില്യൺ മിസ്റ്റേക്ക് അഥവാ ലക്ഷങ്ങളുടെ അബദ്ധം എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെയിറ്റിംഗ് പീരീഡാണ്. പ്രായമാകുമ്പോൾ BPയോ ഷുഗറോ വന്നതിന് ശേഷം ഒരു വ്യക്തിഗത ഇൻഷുറൻസ് എടുക്കാൻ പോയാൽ ആ രോഗങ്ങൾ കവർ ചെയ്യാൻ 2 മുതൽ 4 വർഷം വരെ കാത്തിരിക്കേണ്ടി വരും. എന്നാൽ നിങ്ങൾ ആരോഗ്യവാനായി ഇരിക്കുമ്പോൾ തന്നെ ഒരു പേഴ്സണൽ പോളിസി എടുത്താൽ ഈ വെയിറ്റിംഗ് പീരീഡ് നേരത്തെ തന്നെ അവസാനിക്കും. ജോലി പോയാലും റിട്ടയർമെൻറ്റ് കഴിഞ്ഞാലും ഈ പോളിസി നിങ്ങൾക്ക് ഒരു സുരക്ഷാ കവചമായി കൂടെ ഉണ്ടാകും. നിങ്ങളുടെ കമ്പനി നിങ്ങൾക്ക് തരുന്ന ഇൻഷുറൻസിനൊപ്പം ഒരു സൂപ്പർ ടോപ്പ് പ്ലാൻ എടുക്കുക. വളരെ ചെറിയ പ്രീമിയത്തിൽ 20 ലക്ഷം വരെയുള്ള കവറേജ് നിങ്ങൾക്ക് ഇതിലൂടെ നേടാം. ഉദാഹരണത്തിന് 5 ലക്ഷം വരെ കമ്പനി നൽകും. അതിന് മുകളിലുള്ള ബിൽ തുക നിങ്ങളുടെ സൂപ്പർ ടോപ്പ് പോളിസി നൽകും. സുരക്ഷിതമാകാൻ ഇതല്ലേ നല്ല വഴി? ഓർക്കുക, ഇൻഷുറൻസ് എടുക്കേണ്ടത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോഴല്ല, മറിച്ച് നിങ്ങൾക്ക് പൂർണ്ണ ആരോഗ്യമുണ്ടായിരിക്കുമ്പോഴാണ്. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.